നമസ്കാരം കൂടാതെ ഞാൻ പീറ്റർ ചോളി. ഇപ്പോൾ റബ്ബറിൻ്റെ വില കൂടി നിൽക്കുകയാണ്. വാഹനങ്ങളിലെ റബ്ബർ ഭാഗങ്ങൾ E20 പെട്രോൾ ഉപയോഗം മൂലം പഴയ വാഹനങ്ങളിലെ റബ്ബർ ഘടകങ്ങൾ മാറ്റേണ്ടി വരുമെന്നാണ് കേന്ദ്ര ഉപരിതല മന്ത്രി കൂടിയായ നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന. ആഭ്യന്തര വിപണിയിൽ റബ്ബർ വില കിലോഗ്രാമിന് ഇപ്പോൾ 284 RSS5 280 എത്തി നിൽക്കുകയാണ്. 2005 ഏപ്രിൽ 1-നും 2016-നും ഇടയിൽ നിർമ്മിച്ച വാഹനങ്ങളിൽ E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ഗ്യാസ്കറ്റുകളും മറ്റും റബ്ബർ ഘടകങ്ങളും മാറ്റേണ്ടി വന്നേക്കാമെന്നാണ് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയത്. ഇപ്പോൾ റബ്ബർ വില വിപണിയിൽ ചരക്ക് ക്ഷാമം കാരണം ആഭ്യന്തര റബ്ബർ വില ഉയർന്ന നിരക്കിൽ തുടരുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കനത്ത മഴ കാരണം ശരിയായ രീതിയിൽ ടാപ്പിംഗ് നടക്കാൻ പോലുമില്ല. അത് കാരണം ചരക്കുകൾ ഷോപ്പുകളിൽ വരുന്നത് വളരെ തീരെ കുറഞ്ഞു. നാട്ടിൽ ചില സ്ഥലങ്ങളിൽ റബ്ബർ പാല് കൂടുതൽ കിട്ടുവാൻ വേണ്ടി ഉത്തേജക മരുന്നുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തോട്ടത്തിനൊക്കെ പാട്ടത്തിനെടുത്ത് ഉപയോഗിക്കുന്നവർ ധാരാളം ഉത്തേജക മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അത് കാരണം മിക്ക തോട്ടങ്ങളിലെയും മരങ്ങൾ ഇപ്പോൾ പട്ടമരപ്പ് കാരണം വെട്ടാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ നാട്ടിൽ. റബ്ബർ തോട്ടങ്ങളിൽ കറയെടുപ്പിന് അംഗീകാരമില്ലാത്ത ഉത്തേജക മരുന്നുകളുടെ അമിത തോതിലുള്ള പ്രയോഗം റബ്ബർ മരങ്ങളെ വളരെ ദോഷകരമായി ബാധിക്കുന്നത്. അല്പം നേരത്തേക്ക് പാല് കൂടുതൽ, പിന്നീട് അതെല്ലാം നശിക്കുകയാണ്. റബ്ബർ കർഷകരും റബ്ബർ ഉൽപ്പാദക സംഘങ്ങളും ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത അടിയന്തര ഇടപെടലും നടത്തണമെന്നാണ് റബ്ബർ ബോർഡ് ഇപ്പോഴത്തെ പുതിയ ചെയർമാൻ എൻ ഹരി പറയുന്നത്. ഒരു മരം തൈ വെച്ച് ഏകദേശം 7 വർഷത്തോളം നല്ല രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ മാത്രമേ 20 ഇഞ്ച് വണ്ണമായതിനു ശേഷം മാത്രമേ ടാപ്പിംഗ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അന്നേരമാണ് ഈ ഉത്തേജക മരുന്നുകൾ ആവശ്യമില്ലാതെ ഉപയോഗിച്ച് അമിതമായ കറയെടുക്കുന്നത്. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഭാരതത്തിലെ റബ്ബർ കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭിച്ചു തുടങ്ങിയത് ഏറെ ആശ്വാസകരമാണ് തന്നെയാണ്. വില ഏറെക്കുറെ സ്ഥിരതയോടെ നിൽക്കുന്നത് വിപണിക്ക് കരുത്ത് പകരുക തന്നെയാണ്. എന്നാൽ ശരിയായ രീതിയിൽ ലാഭം കിട്ടണമെങ്കിൽ 300 രൂപ ഓരോ കിലോയുടെ പുറത്ത് കിട്ടുകയും വേണം. മുമ്പ് വിലയിടിയിലും തൊഴിലാളികളെ ശരിയായി കിട്ടാത്തതും കാരണം ഏകദേശം 30% തോട്ടങ്ങൾ ടാപ്പ് ചെയ്യാതെ കിടക്കുകയാണ്. വിലയിൽ ഉണർവ് വരുമ്പോൾ ആ തോട്ടങ്ങൾ പതുക്കെ ടാപ്പിംഗ് തുടങ്ങുന്നത് വളരെ ശുഭപ്രതീക്ഷയിലാണ് റബ്ബർ മേഖല. സംസ്ഥാനത്തെ തോട്ടങ്ങളിൽ വലിയൊരു ശതമാനം ഇപ്പോൾ പാട്ടത്തിനോ കരാർ വ്യവസ്ഥയിലോ ഏറ്റെടുത്ത് ടാപ്പ് ചെയ്യുന്ന ഒരു പ്രവണതയുള്ളത്. പല തോട്ടങ്ങളിലെയും വിളവെടുപ്പിൽ ഉടമയായ കർഷകന് നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്ന ആശങ്ക പൊതുവെയുണ്ട്. പുതിയ ആശങ്കയായ ഉത്തേജക മരുന്നുകളുടെ അമിത ഉപയോഗം. റബ്ബർ തോട്ടങ്ങളിൽ കറയെടുപ്പിന് എത്തിഫോൺ പോലെയുള്ള മരുന്നുകൾ നിയന്ത്രിത തോതിൽ റബ്ബർ ബോർഡ് ശുപാർശ ചെയ്യുന്നുണ്ട്. ശുപാർശ മറികടന്നാണ് പല തോട്ടങ്ങളും അംഗീകാരമില്ലാത്ത മരുന്നുകൾ താൽക്കാലിക ലാഭത്തിനായി യാതൊരു ശാസ്ത്രീയതയും പാലിക്കാതെ മരങ്ങളിൽ പ്രയോഗിക്കുന്നതായി വ്യാപകമായ പരാതികൾ ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ അംഗീകാരമില്ലാത്ത മരുന്ന് ഉപയോഗവും ശാസ്ത്രീയ പ്രയോഗവും മരത്തിനും പരിസ്ഥിതിക്കും ഒരുപോലെ ദോഷകരമെന്നാണ് എൻ ഹരി റബ്ബർ ബോർഡ് ചെയർമാനോട് ഉൾപ്പെടെ പറയുന്നത്. പാട്ടത്തിന് കൊടുക്കുമ്പോൾ റബ്ബർ ഓണേഴ്സ് അതൊന്നും വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അല്ലെങ്കിൽ ആ മരം ആയുഷ്കാലം നഷ്ടപ്പെടേണ്ടി വരും. ഇപ്പോൾ സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പുല്ലിൻ്റെ വില നോക്കിയാലോ ഗ്രേഡ് RSS4 280, ഗ്രേഡ് RSS5 225, ലൂസ് ഷീറ്റ് കിലോ 267, ലോട്ട് കിലോ 240, ഒട്ടുപാൽ 154 മുതൽ 172 സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അവിടെ ഇപ്പോൾ റെയിൻ ഗാർഡിനുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. ടാപ്പിംഗ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ഉത്തേജക മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഉപയോഗിച്ചാൽ മരം എന്നേക്കും നഷ്ടപ്പെടും. ഇതിനേക്കായും കിട്ടുന്ന പാല് മതിയെന്ന് നമ്മൾ ചിന്തിക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കിട്ടുന്നത് വളരെയധികം നന്ദി.